അതിവിശാലമായ പസഫിക് സമുദ്രം, അതിന്റെ തെക്ക് ഭൂമധ്യരേഖയ്ക്ക് താഴെയായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ്. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു വഞ്ചിയിൽ പോളിനേഷ്യൻ ഗോത്രത്തലവനായ ഹോത്തു മധുവയും അദ്ദേഹത്തിന്റെ കുടുംബവും കൂട്ടുകാരും അടങ്ങുന്ന വലിയൊരു കൂട്ടം അനേക ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഈ ദ്വീപിൽ എത്തിച്ചേർന്നു. ആദ്യം വിജനമെന്ന് തോന്നിച്ചെങ്കിലും ആ ദ്വീപിൽ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. മറ്റു ദ്വീപുകളിലെ ഗോത്രത്തലവന്മാരിൽ നിന്നും യുദ്ധപരാജയം ഏറ്റുവാങ്ങിയ ഹോത്തു മധുവയ്ക്ക് ഇനിയുള്ള കാലം കഴിഞ്ഞുകൂടുവാൻ ഈ ദ്വീപ് മതിയാകുമെന്ന് തോന്നി. അങ്ങനെ അവർ ആ ദ്വീപിലുണ്ടായിരുന്ന ആളിന്റെ ഒപ്പം അവിടെ താമസിക്കാൻ തുടങ്ങി. കൃഷി ചെയ്യാനുള്ള ആയുധങ്ങളും വിത്തുകളും ശേഖരിച്ചുകൊണ്ടാണ് ഹോത്തു മധുവയും കൂട്ടരും ഈ ദ്വീപിൽ എത്തിച്ചേർന്നത്. അഗ്നിപർവ്വതത്തിന്റെ ചാരം കൊണ്ട് സമ്പുഷ്ടമായ ആ ദ്വീപിലെ മണ്ണിൽ അവർ പാകിയ വിത്തുകൾ തഴച്ചു വളർന്നു. വിത്തിനും വിളകൾക്കുമൊപ്പം ഹോത്തു മധുവയും കൂട്ടരും ആ ദ്വീപിൽ വളർന്നു. അവർ പല കുടുംബങ്ങളായി, പല ഗ്രാമങ്ങളായി, അവസാനം ഗോത്രങ്ങളായി. പസഫിക്കിൽ തികച്ചും ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ആ ദ്വീപിലേക്ക് പിന്നീട് നൂറ്റാണ്ടുകളോളം ആരും വന്നില്ല. അവസാനം 1722 ഡച്ചുകാർ ഈ ദ്വീപിൽ എത്തിച്ചേരുന്നത്. ആ സമയം ഹോത്തു മധുവയുടെ ഗോത്രത്തിൽപ്പെട്ട ഏകദേശം 3000-ഓളം ആളുകൾ ഈ ദ്വീപിൽ ഉണ്ടായിരുന്നു. ഡച്ചുകാരനായിരുന്ന യാക്കൂബ് യോസഫൈൻ 1722 ഈസ്റ്റർ ഞായറാഴ്ചയാണ് ഈ ദ്വീപിൽ എത്തിച്ചേർന്നത്. അങ്ങനെ പസഫിക് സമുദ്രത്തിലെ ആ ഒറ്റപ്പെട്ട ദ്വീപിനെ ആളുകൾ ഈസ്റ്റർ ദ്വീപുകൾ എന്ന് വിളിച്ചു തുടങ്ങി. തലയും ഉടലും മാത്രമുള്ള മുവായി എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് ശില്പങ്ങൾ നിർമ്മിച്ചത് ഹോത്തു മധുവയുടെ പിൻതലമുറയിൽപ്പെട്ട റപ്പാനോയി എന്ന